ഹായ്, ബഹുമാനപ്പെട്ട ശ്രോതാക്കൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാം ഒരിടത്ത് മാത്രം ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ ഉപദേശ രൂപേണ പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നും നാം ജനങ്ങളിലേക്ക് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട കൈത്താങ്ങൽ നൽകുകയും നമ്മുടെ രാജ്യത്തിന് നാം പ്രയോജനമുള്ളവരായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. നാം ചെയ്യാനുള്ളത് നാം ചെയ്യുമ്പോൾ സർവശക്തനായ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളത് ദൈവം പ്രവർത്തിക്കും. നമ്മുടെ കേരള സർക്കാർ ജൂൺ 2026 19, 20, 21 തീയതികളിൽ, അതായത് നാളെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുകയാണ്. ആ ദിവസങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് സർക്കാർ നമ്മളോട് നിർദ്ദേശിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കോ ഏതെങ്കിലും ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുവാൻ എൻ്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓരോ മഴക്കാലങ്ങൾ വരുമ്പോൾ വിവിധ തരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ കേരളത്തിൽ പടർന്നു പിടിക്കാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കേട്ടുപരിചയമുള്ള ചിക്കൻ ഗുനിയ, അങ്ങനെ പല ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഷിഗല്ല എന്നിങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് രോഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനും വേണ്ടി നാം കേരള സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ ഓർപ്പിക്കുകയാണ്. ഇന്ന് എൻ്റെ യാത്രയിൽ ഞാൻ ചന്ദനപ്പള്ളി എന്നൊരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മുടെ പ്ലേസ് നെയിം ബോർഡ് കാട് പിടിച്ച് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. മറ്റൊന്നും ചിന്തിച്ചില്ല, ചാടി ഇറങ്ങി ഒരു 20 മിനിറ്റ് കൊണ്ട് കാടൊക്കെ തെളിയിച്ച് ആ ബോർഡ് കാഴ്ചായോഗ്യമാക്കി തീർത്തിട്ടുണ്ട്. ദയവായി നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാലും അതിനുശേഷം ബാക്കി സംസാരിക്കും. ഹായ്, ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സർക്കാർ ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ ഈ 3 ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ദിവസം മുമ്പ് തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന ചില മിഷൻസ് ഞാനും ഒന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഞാൻ കണ്ട ഒരു കാഴ്ച, ഇത് നമ്മുടെ റൂട്ടും ലൊക്കേഷനെന്ന് പറയുമ്പോൾ ഏഴംകുളം ടു പത്തനംതിട്ടയ്ക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ചന്ദനപ്പള്ളി എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഇവിടെ ഒരു PWDയുടെ ഒരു പ്ലേസൊക്കെ കാണിക്കുന്ന ഒരു ബോർഡ്, അപ്പോൾ അത് മൊത്തം മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ മിഷൻ. അതൊന്ന് സക്സസ് ആക്കണം. ഒരു 10 മിനിറ്റത്തെ ഹാർഡ് വർക്ക് ഉണ്ടാകും, എന്നാലും അത് ജനങ്ങൾക്ക് ഉപകാരം എന്നുള്ളത് കൊണ്ട് അത് ചെയ്യാൻ ഞാൻ റെഡിയാണ്, ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെ പ്രദർശിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി മറ്റുള്ളവരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ നാടും നഗരവുമൊക്കെ ഭംഗിയാവും. അതാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞ ഒരു സന്ദേശം വളരെ ആവേശകരമാണ്. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശമെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഗാന്ധിജി നമ്മുടെ ഏക ലോക സൃഷ്ടിതാവായ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളും ഉപമകളും വായിക്കുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ അനർത്ഥമാക്കുകയും ചെയ്തുള്ള ഒരാളാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി. അപ്പോൾ ആ ഗാന്ധിജി പറഞ്ഞതുപോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഇപ്പോൾ കുറേ വാക്കുകൾ മാത്രം നമ്മൾ പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. വാക്കിലൂടെ നമ്മുടെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യവും
ഏറ്റവും അത്യാവശ്യമാകിയാൽ ആ പ്രവൃത്തിയിലും വെളിപ്പെട്ട് വരുവാൻ ശ്രമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. സാഹസികമായ പണിയായിപ്പോയി. എന്നാലും തൊട്ടുപോയാൽ പിന്നെ ക്ലിയർ ചെയ്താൽ പോകാൻ പറ്റും. ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. അടുത്ത ദിവസങ്ങൾ മുതൽ വെള്ളി, ശനി, ഞായർ മുതൽ സർക്കാരിൻ്റെ ഫ്രൈഡേ ആരംഭിക്കുകയും അതുകൊണ്ട് തന്നെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് കേരളത്തിലുള്ള എല്ലാ വീട്ടുകാരും സ്ഥാപനങ്ങളും അവിടെ നടത്തണമെന്നുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അനുസരിക്കുക. നമ്മളുടെ സുരക്ഷിതത്തിന് കാരണമാകുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ ആ ദൗത്യം പൂർത്തീകരിച്ചു. ഞാൻ ആരുടെയും പ്രോത്സാഹനത്തിന് വേണ്ടി കാത്തു നിൽക്കാറില്ല. കാരണം ഇൻവിസിബിളായ ആൾമൈറ്റി ഹോളി ഗോസ്റ്റ് എൻ്റെ കൂടെയുണ്ട്, എനിക്ക് ശക്തി നൽകുവാനും എന്നെ ധൈര്യപ്പെടുത്തുവാനും. ആകയാൽ പ്രിയ ശ്രോതാക്കളെ, ഏകലോക സൃഷ്ടാവായ യേശുക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നൽകൂ. യേശുക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളിൽ വ്യാപരിച്ച് നിങ്ങൾ ശക്തന്മാരും ശക്തമതികളുമായി മാറും എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ചെറിയ സന്ദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.